Hello, welcome back to law-CMA Malayalam. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ CMA ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പർ 11 ഇൻഡയറക്റ്റ് ടാക്സേഷനിലെ കസ്റ്റംസ് ലോയിലെ സ്റ്റഡി നോട്ട് നമ്പർ 3 കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ലാഗ് ചെയ്യിക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഒരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ലാഗ് ചെയ്യിക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം. വാല്യുവേഷൻ അണ്ടർ കസ്റ്റംസ്. കസ്റ്റംസിൽ നമ്മൾ വാല്യൂ ചെയ്യുന്നത് രണ്ട് തരം ഗുഡ്സിനെയാണ്. ഒന്ന് ഇമ്പോർട്ടഡ് ഗുഡ്സും രണ്ട് എക്സ്പോർട്ടഡ് ഗുഡ്സും. അപ്പോൾ നമ്മൾ ഈ വാല്യുവേഷൻ ഓഫ് ഇമ്പോർട്ടഡ് ആൻഡ് എക്സ്പോർട്ടഡ് ഗുഡ്സിനെ വാല്യൂ ചെയ്യുന്നത് രണ്ട് വാല്യൂവിൻ്റെ ബേസിസിലാണ്. ഒന്നെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ താരിഫ് വാല്യൂവിൻ്റെ ബേസിസിൽ. അപ്പോൾ നമ്മൾ ഈ വാല്യുവേഷൻ ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഗുഡ്സ് സെക്ഷൻ 14 പ്രകാരമാണ്. അതിനകത്ത് ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ സെക്ഷൻ 14 സബ്സെക്ഷൻ 1 ആണ്. താരിഫ് വാല്യൂവിൻ്റെ ബേസിസിലാണെങ്കിൽ സെക്ഷൻ 14 സബ്സെക്ഷൻ 2 പ്രകാരമാണ്. അപ്പോൾ താരിഫ് വാല്യൂവിൻ്റെ ബേസിസിൽ നമ്മൾ വാല്യൂ ചെയ്യുന്ന ഗുഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൂഡ് പാം ഓയിലിൻ, ക്രൂഡ് സോയാബോൾ ഓയിൽ, ബ്രാസ് സ്ക്രാപ്പ്, പോപ്പി സീഡ്സ് എക്സെട്ര. ഇതിനെയൊക്കെയാണ് മെയിൻലി നമ്മൾ താരിഫ് വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ ട്രാൻസാക്ഷൻ വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഈ താരിഫ് വാല്യൂവിൽ പറഞ്ഞ ഗുഡ്സ് അല്ലാത്ത എല്ലാ ഗുഡ്സും നമ്മൾ വാല്യൂ ചെയ്യുന്നത് ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ബേസിസിലാണ്. ഓക്കെ, ഇനി നമുക്കതിനകത്ത് ഫസ്റ്റ് വാല്യുവേഷൻ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണ് നോക്കാനുള്ളത്. പേജ് നമ്പർ 382. അതിനകത്ത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് അസസബിൾ വാല്യൂ ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ഇതിനകത്തുള്ള വാല്യുവേഷൻ്റെ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾ മനപ്പാടാക്കി വെക്കണം. ഓരോ ഐറ്റംസും മനസ്സിലാക്കി പഠിച്ചാൽ മതി. എന്തിൻ്റെ കൂടെയാണ് എന്ത് ആഡ് ചെയ്യുന്നത്, എവിടം വരെയുള്ള കോസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എക്സ് ഫാക്ടറി പ്രൈസിൽ നമുക്ക് വാല്യൂ ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഓഫ് മെറ്റീരിയലാണ് ആദ്യം എടുക്കേണ്ടത്. സോ വാല്യൂ ഓഫ് മെറ്റീരിയൽ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്നത്, അതായത് എക്സ്പോർട്ടറുടെ കൺട്രിയിൽ, ഇപ്പം നമ്മൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചൈന എക്സ്പോർട്ടറിൻ്റെ കൺട്രിയായ ചൈനയിൽ ഇൻകർ ചെയ്യുന്ന ക്യാരേജ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ് അപ് ടു ദി പോർട്ട് ഓഫ് ഷിപ്മെൻറ്റിൽ ആ പോർട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള ക്യാരേജും ഫ്രൈറ്റും ഇൻഷുറൻസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള റേറ്റ് ഉണ്ട്. പിന്നെ ചാർജസ് ഫോർ ലോഡിംഗ് ഓൺ ടു ദി ഷിപ്പ് അറ്റ് ദി ഷിപ്പിംഗ് പോർട്ട് ഇൻ ദി എക്സ്പോർട്ടേഴ്സ് കൺട്രി. അതായത് നമ്മൾ ഷിപ്പിലേക്ക് ലോഡ് ചെയ്യുന്ന ടൈമിൽ, ഷിപ്പിംഗ് പോർട്ടിൽ നമ്മളെ ഷിപ്പിലേക്ക് ലോഡ് ചെയ്യുന്ന ടൈമിൽ എക്സ്പോർട്ടറുടെ കൺട്രിയിൽ ഇൻകർ ആയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് ആഡ് ചെയ്യാം. അത്രയും നമുക്ക് ഈ 3 ഐറ്റം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫ്രീ ഓൺ ബോർഡ് അല്ലെങ്കിൽ FOB വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇമ്പോർട്ടഡ് കൺട്രിയിൽ, ഇപ്പോൾ ചൈനയിൽ നിന്ന് ഗുഡ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ക്യാരേജും ഫ്രൈറ്റും ഒക്കെ വന്ന് ആഡ് ചെയ്യാനുള്ള റേറ്റ് അല്ല, എക്സ്പോർട്ടഡ് കൺട്രിയിൽ ഇൻകർ ചെയ്തിട്ടുള്ള ക്യാരേജ് ഫ്രൈറ്റുമാണ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഫസ്റ്റ് വാല്യൂ ഓഫ് മെറ്റീരിയൽ അറ്റ് എക്സ് ഫാക്ടറി പ്രൈസിൻ്റെ കൂടെ ക്യാരേജ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ് അപ് ടു ദി പോർട്ട് ഓഫ് ഷിപ്മെൻറ്റ് ഇൻ ദി എക്സ്പോർട്ടേഴ്സ് കൺട്രി ആഡ് ചെയ്യുക. ദെൻ ചാർജസ് ഫോർ ലോഡിംഗ് ഓൺ ടു ദി ഷിപ്പ് അറ്റ് ദി ഷിപ്പിംഗ് പോർട്ട് ഇൻ ദി എക്സ്പോർട്ടേഴ്സ് കൺട്രി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രീ ഓൺ ബോർഡ് കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് എക്സെപ്റ്റ് ബൈയിങ് കമ്മീഷൻ. നമുക്ക് കമ്മീഷനും ബ്രോക്കറേജും, അതായത് ബൈയിങ് കമ്മീഷൻ അല്ലാത്ത എല്ലാ കമ്മീഷനും ബ്രോക്കറേജും നമ്മൾ ആഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് പാക്കിംഗ് കോസ്റ്റ് ആഡ് ചെയ്യണം, എക്സെപ്റ്റ് കോസ്റ്റ് ഓഫ് ഡ്യൂറബിൾ ആൻഡ് റിട്ടേണബിൾ പാക്കിങ്. ഡ്യൂറബിൾ ആൻഡ് റിട്ടേണബിൾ പാക്കിങ്ങിൻ്റെ കോസ്റ്റ് അല്ലാത്ത ബാക്കി എല്ലാ പാക്കിംഗ് കോസ്റ്റുകളും ആഡ് ചെയ്യണം. പിന്നെ കോസ്റ്റ് ഓഫ് എഞ്ചിനീയറിങ്, ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാൻ ഓർ സ്കെച്ചസ് അണ്ടർടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യയിൽ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് കോസ്റ്റോ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വന്ന കോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കെച്ച് എടുത്തതിൻ്റെ കോസ്റ്റോ വല്ലതും ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ റോയൽറ്റീസ് ആൻഡ് ലൈസൻസ് ഫീ തന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് വാല്യൂ ഓഫ് സബ്സിക്വൻറ്റ് റീസെയിൽ ഈഫ് പേയബിൾ ടു ഫോറിൻ സപ്ലയർ. നമ്മൾ എന്തെങ്കിലും റീസെയിലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് റീസെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ റീസെയിലിൻ്റെ എമൗണ്ട് ഫോറിൻ സപ്ലയറിന് പേയബിൾ ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ വാല്യൂ ഓഫ് മെറ്റീരിയൽ സപ്ലൈഡ് ബൈ ദി ബയർ ഫ്രീ ഓഫ് കോസ്റ്റ്. നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മുടെ ബയറിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് ആഡ് ചെയ്യാം. ഇത്രയും ഈ ആദ്യം പറഞ്ഞ FOBയുടെ കൂടെ ഈ കമ്മീഷനും പാക്കിംഗ് കോസ്റ്റും എഞ്ചിനീയറിംഗ് കോസ്റ്റും റോയൽറ്റിയും പിന്നെ റീസെയിൽ കോസ്റ്റും പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റിന് ഇഷ്യൂ ചെയ്ത കോസ്റ്റും എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് FOB വാല്യൂ ആസ് പെർ കസ്റ്റംസ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് FOB വാല്യൂ ആസ് പെർ കസ്റ്റംസ്. ഇനി FOB വാല്യൂ ആസ് പെർ കസ്റ്റംസിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒന്നാണ് കോസ്റ്റ് ഓഫ് ഫ്രൈറ്റ്.
കോസ്റ്റ് ഓഫ് റൈറ്റ് നമുക്കിനി വരുന്നുണ്ട്, അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോസ്റ്റ് ഓഫ് റൈറ്റ് ആഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഷിപ്പ് ഡീമൊറേജ് ചാർജസ് ഓൺ ചാർട്ടേഡ് വെസൽസ്. ചാർട്ടേഡ് വെസൽസിൻ്റെ ഷിപ്പിൻ്റെ ഡീമൊറേജ് ചാർജസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. ദെൻ ലേറ്ററേജ് ഓർ ബാർജ് ചാർജസ് ആഡ് ചെയ്യുക. പിന്നെ ഇൻഷുറൻസും ആഡ് ചെയ്യണം. ഇൻഷുറൻസ് നമുക്കിനി വരുന്നതിനകത്ത് ചാർട്ടിലെ പോലെ പഠിക്കാനുണ്ട്. സോ നമുക്ക് അപ്പം നോക്കാം. ഇത്രയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് CIF വാല്യൂ ആണ്. അതായത് കോസ്റ്റ്, ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് വാല്യൂ, അല്ലെങ്കിൽ നമ്മളതിനെ അസസബിൾ വാല്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നല്ലപോലെ പഠിക്കുക. നമ്മുടെ ഇമ്പോർട്ട് ഗുഡ്സിൻ്റെ വാല്യൂവേഷനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രൈറ്റിൻ്റെ ചാർജസ് എത്രയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറയാമെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് നോക്കാം. ഫ്രൈറ്റ് ചാർജസ് നമുക്ക് തന്നിരിക്കുന്നത് എയർ ഫ്രൈറ്റ് ആണ്. അതായത് എയർ ഫ്രൈറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആക്ച്വൽ എയർ ഫ്രൈറ്റ്, അല്ലെങ്കിൽ 20% ഓൺ FOB ആസ് പെർ കസ്റ്റംസ്. ഇതിൽ വിച്ച് ഈസ് ലെസ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വൽ പ്രൈസ് ഇപ്പോൾ 20,000 ആണെന്ന് സപ്പോസ് ചെയ്യുക. FOB വാല്യൂന് 20% ഒരു 10,000 ആണെങ്കിൽ വിച്ച് ഈസ് ലെസ്സായ 10,000 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഏത് എയർ ഫ്രൈറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇനി എയർ ഫ്രൈറ്റ് അല്ല നമുക്ക് തന്നേക്കണേ, സീ ഫ്രൈറ്റ് ആണെന്ന് വയ്ക്കുക. സീ ഫ്രൈറ്റ് തന്നേക്കണമെന്നുണ്ടെങ്കിൽ ആക്ച്വൽ സീ ഫ്രൈറ്റ് നമ്മളെടുത്ത് ആഡ് ചെയ്യണം. ഇനി എയർ ഫ്രൈറ്റും തന്നിട്ടില്ല, സീ ഫ്രൈറ്റും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് FOB വാല്യൂവിൻ്റെ 20% നേരെ അങ്ങ് ആഡ് ചെയ്യാം. എന്തായാലും നമ്മൾ ആഡ് ചെയ്തിരിക്കണം, ഫ്രൈറ്റ് ചാർജസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി അത് എയർ ഫ്രൈറ്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ ആക്ച്വൽ എയർ ഫ്രൈറ്റ്, അല്ലെങ്കിൽ 20% ഓൺ FOB വിച്ച് ഈസ് ലെസ് എടുക്കും. ഇനി സീ ഫ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ സീ ഫ്രൈറ്റ് എടുക്കും. ഇനി ഫ്ലൈറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഷിപ്പാണോ സീ ആണോ എന്നൊന്നും നമുക്കറിയില്ല, ഷിപ്പാണോ ഫ്ലൈറ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ FOBയുടെ 20% നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇൻഷുറൻസ് ചാർജസ് ആണ്. ഇൻഷുറൻസ് ചാർജസ് നമ്മൾ എത്ര ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രോബ്ലത്തിൽ ഇൻഷുറൻസ് ചാർജസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ FOB വാല്യൂ ആസ് പെർ കസ്റ്റംസിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇനിയല്ല നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 1.125% ഓൺ FOB നമ്മൾ ആഡ് ചെയ്യും. അതായത് FOB വാല്യൂ ആസ് പെർ കസ്റ്റംസിൻ്റെ 1.125% ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഇൻ കേസ് നമുക്ക് പ്രോബ്ലത്തിൽ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത്രയാണ് ഇൻഷുറൻസ് ചാർജസ് ഉള്ളൂ. ഓക്കെ, ഈ ഒരു 2 ചാർട്ട് നല്ലപോലെ പഠിക്കണം. ഇനി നമുക്ക് എക്സാമ്പിൾ 1 നോക്കാം. പേജ് നമ്പർ 384. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ദി അസസബിൾ വാല്യൂ ഓഫ് ദി ഇമ്പോർട്ടഡ് ഗുഡ്സ് അണ്ടർ കസ്റ്റംസ് ആക്ട് 1962. നമുക്ക് കോസ്റ്റ് ഓഫ് മെഷീൻ അറ്റ് ഫാക്ടറി ഓഫ് ദി എക്സ്പോർട്ടിംഗ് കൺട്രി നമുക്ക് തന്നിട്ടുണ്ട്, ഡോളേഴ്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ ട്രാൻസ്പോർട്ട് ചാർജസ് ഇൻകേർഡ് ബൈ ദി എക്സ്പോർട്ടർ ഫ്രം ഹിസ് ഫാക്ടറി ടു ദി പോർട്ട് ഓഫ് ഷിപ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു എക്സ്പോർട്ടറുടെ കൺട്രിയിൽ നിന്ന് പോർട്ട് ഓഫ് ഷിപ്മെൻറ്റ് വരെ വരുന്ന കോസ്റ്റും, അതായത് ട്രാൻസ്പോർട്ട് ചാർജസും ഫ്രൈറ്റും ഇൻഷുറൻസും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഹാൻഡ്ലിംഗ് ചാർജസ് പെയ്ഡ് ഫോർ ലോഡിംഗ് ദി മെഷീൻ ഇൻ ദി ഷിപ്പ്. ആ മെഷീൻ ഷിപ്പിലേക്ക് കയറ്റാൻ വന്ന ഹാൻഡ്ലിംഗ് ചാർജസ് നമുക്ക് ആഡ് ചെയ്യാം. ദെൻ ബൈയിങ് കമ്മീഷൻ, നമ്മൾ പറഞ്ഞല്ലോ ബൈയിങ് കമ്മീഷൻ നമ്മൾ എടുക്കില്ല, കമ്മീഷനും ബ്രോക്കറേജ് അതർ ദാൻ ബൈയിങ് കമ്മീഷനാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഫ്രൈറ്റ് ചാർജസ് ഫ്രം എക്സ്പോർട്ടിംഗ് കൺട്രി ടു ഇന്ത്യ, അതായത് എക്സ്പോർട്ടിംഗ് കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഫ്രൈറ്റ് ചാർജസ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് $1 65 ആണ് തന്നിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ആൻസർ എഴുതുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് അസസബിൾ വാല്യൂ ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ്, അതിനകത്ത് നമ്മൾ ഫസ്റ്റ് വന്ന ഐറ്റം നമ്മൾ പറഞ്ഞല്ലോ എക്സ് ഫാക്ടറി പ്രൈസിൽ നമുക്ക് വെസൽ, അതായത് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് എടുക്കുന്നത്. സോ നമുക്കിവിടെ കോസ്റ്റ് ഓഫ് മെഷീൻ അറ്റ് ഫാക്ടറി ഓഫ് ദി എക്സ്പോർട്ടർ കൺട്രി തന്നിട്ടുണ്ട് $10,000. ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യമേ തൊട്ട് ഡോളേഴ്സിൽ നിന്നും റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക, അതിനും എളുപ്പം നമ്മൾ ഏറ്റവും അവസാനം കൺവേർട്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് അവസാനം കൺവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോവാം. അപ്പം നമ്മൾ ഫാക്ടറി എക്സ്പോർട്ടറുടെ കൺട്രിയിൽ വന്ന കോസ്റ്റ് ഓഫ് മെഷീൻ നമ്മൾ എഴുതി $10,000. അതിൻ്റെ കൂടെ, അതായത് എക്സ്പോർട്ടറുടെ ഫാക്ടറിയിൽ നിന്നും ഷിപ്മെൻറ്റ്, പോർട്ട് ഓഫ് ഷിപ്മെൻറ്റ് വരെ വന്നിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് നമുക്ക് ആഡ് ചെയ്യാനുള്ള റേറ്റ് ഉണ്ട്. സോ ട്രാൻസ്പോർട്ട് ചാർജസ് ഇൻകേർഡ് ബൈ ദി എക്സ്പോർട്ടർ ഫ്രം ഹിസ് കൺട്രി ടു ദി പോർട്ട് ഫോർ ഷിപ്മെൻറ്റ് $500 ആഡ് ചെയ്യുക. ദെൻ ഹാൻഡ്ലിംഗ് ചാർജസ് പെയ്ഡ് ഫോർ ലോഡിംഗ് ദി മെഷീൻ ഇൻ ദി ഷിപ്പ്. ആ മെഷീനിലേക്ക് നമ്മൾ ആ ഗുഡ്സ് ലോഡ് ചെയ്യാൻ, അതായത് ലോഡ് ചെയ്യുന്ന അതായത് നമ്മുടെ ഗുഡ്സ് നമ്മൾ ആ മെഷീനിലേക്ക് ഗുഡ്സ് നമ്മൾ ആ ഷിപ്പിലേക്ക് കയറ്റുന്നത്, അതായത് ഈ മെഷീൻ ആ ഷിപ്പിലേക്ക് കയറ്റുന്നത് വരെ നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ള റേറ്റ് ഉണ്ട്. സോ ഹാൻഡ്ലിംഗ് ചാർജസ് ആഡ് ചെയ്യുക $50. ഇത്ര ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് FOB വാല്യൂ കിട്ടും. ആ FOB വാല്യൂവിൻ്റെ കൂടെ നമ്മൾ ബൈയിങ് കമ്മീഷൻ എടുക്കില്ല, കാരണം അതർ ദാൻ ബൈയിങ് കമ്മീഷനാണ് നമ്മൾ എടുക്കുകയുള്ളൂ. സോ FOB വാല്യൂവിൻ്റെ കൂടെ ബൈയിങ് കമ്മീഷൻ ആഡ് ചെയ്യാനില്ല.
ദെൻ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഇൻഷുറൻസും കോസ്റ്റ് ഓഫ് ഫ്രൈറ്റും ആണ്. നമുക്കിവിടെ ഫ്രൈറ്റ് ചാർജസ് തന്നിട്ടുണ്ട്. എത്രയാണ്? $1000 ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫ്രൈറ്റ് ചാർജസ് ഏതാണ്? ഷിപ്പിൻ്റെ ആണോ, എയർ ഫ്രൈറ്റ് ആണോ, സീ ഫ്രൈറ്റ് ആണോ എന്നൊക്കെ നോക്കുക. അപ്പം നമ്മളോട് ഇവിടെ പോർട്ടിലേക്കാണ് സാധനം എത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പോർട്ട് ഫോർ ഷിപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സീ ഫ്രൈറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സീ ഫ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂൾ എന്താണ്? സീ ഫ്രൈറ്റ് ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വൽ സീ ഫ്രൈറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ സീ ഫ്രൈറ്റ് ആയിട്ടുള്ള $1000 നമ്മൾ ആഡ് ചെയ്തു. ദെൻ ഇൻഷുറൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത പക്ഷം നമ്മൾ FOB വാല്യൂ ആസ് പെർ കസ്റ്റംസിൻ്റെ 1.125% ആഡ് ചെയ്യും. അതായത് നമ്മുടെ 10,550യുടെ 1.125% ആഡ് ചെയ്യുമ്പോൾ $118.6875 നമുക്ക് കിട്ടും. അപ്പോൾ ഈ നമ്മുടെ ഈ FOB വാല്യൂൻ്റെ കൂടെ ഈ കോസ്റ്റ് ഓഫ് ഇൻഷുറൻസും ഫ്രൈറ്റ് ചാർജസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ CIF വാല്യൂ ഓർ അസസബിൾ വാല്യൂ $11,668.6875 കിട്ടും. അതിനെ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റായ 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7,58,465 നമുക്ക് കിട്ടി. ഇതാണ് എക്സാമ്പിൾ 1 പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ 2 നോക്കാം. പേജ് നമ്പർ 385. XYZ Industries Limited has imported certain equipment from Japan at an FOB cost of 2 lakh yen Japanese. The other expenses incurred by Mrs. XYZ Industries in the connection are as follows. Freight from Japan to Indian port 20,000 yen. ഇൻഷുറൻസ് പെയ്ഡ് ടു ഇൻഷുറർ ഇൻ ഇന്ത്യ 10,000 rupees ആണ് തന്നിരിക്കുന്നത്. സോ ആ സിമ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കണം. സോ ആ സിമ്പിൾസ് റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഡിസൈൻ ചാർജസ് പെയ്ഡ് ടു കൺസൾട്ടൻസി ഫേം ഇൻ ജപ്പാൻ 30,000 yen. Mrs. XYZ Industries had expended rupees 1 lakh in India for certain development activities with respect to the imported equipment. XYZ Limited had incurred road transport costs from Mumbai port to their factory in Karnataka, rupees 30,000. The Central Board of Excise and Customs had notified for the purpose of Section 14, Subsection 3 of Customs Tariff Act. Exchange rate of 1 yen is rupees 0.3948. The interbank rate was 1 yen is rupees 0.40. Mrs. XYZ Industries had effected payment to the bank based on exchange rate rupees 1 yen is equal to 0.4150 rupees. The commission payable to the agent in India was 5% on FOB cost of the equipment in Indian rupees. Arrive at assessable value for the purpose of customs duty under Customs Act 1962, providing brief note wherever required with appropriate assumption. അപ്പോൾ നമുക്ക് FOB വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് ജപ്പാനിൽ നിന്ന് ആ എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് FOB കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്കിനി നേരെ FOBയിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. FOB കോസ്റ്റ് ഡയറക്റ്റ് തന്നിരിക്കുന്നതുകൊണ്ട് FOB കോസ്റ്റ് 2 lakh yen നമ്മൾ എടുത്തു. അതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. ഡിസൈൻ ചാർജസ് ഒരു പെയ്ഡ് ടു കൺസൾട്ടൻസി ഫേം ഇൻ ജപ്പാൻ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ വരുന്ന ഡിസൈൻ ചാർജസും ഡെവലപ്മെൻറ്റ് ചാർജസും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. സോ ഡിസൈൻ ചാർജസ് 30,000 yen ആഡ് ചെയ്യാം. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നുണ്ട് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു 1 lakh rupees എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പെൻസ് നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ മാത്രമാണ് നമുക്കത് ആഡ് ചെയ്യാൻ റൈറ്റ് ഉള്ളൂ. സോ ഈ 1 lakh ഇൻസൈഡ് ഇന്ത്യയിലായതുകൊണ്ട് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, റോഡ് ട്രാൻസ്പോർട്ട് ചാർജസ് നമുക്ക് വരുന്നത് മുംബൈ പോർട്ടിൽ നിന്നും കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് നമുക്ക് ആ ട്രാൻസ്പോർട്ട് ചാർജസ് ഇൻകർ ആയിരിക്കുന്നത്. സോ അത് ഈ മെഷീനറി ആയിട്ട് ബന്ധമില്ല. മീൻസ് ജപ്പാനിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ റൈസ് ചെയ്തതല്ലല്ലോ, അതുകൊണ്ട് അതും നമ്മൾ ആഡ് ചെയ്യില്ല. പിന്നെ നമ്മളോട് ഏറ്റവും അവസാനത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് FOB വാല്യൂവിൻ്റെ 5% കമ്മീഷനായിട്ട് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് കമ്മീഷൻ അതർ ദാൻ ബൈയിങ് കമ്മീഷൻ ആഡ് ചെയ്യാമല്ലോ. സോ കമ്മീഷൻ 2 lakhൻ്റെ 5% ആഡ് ചെയ്യുന്നു. 10,000 rupees കമ്മീഷനായിട്ടും ആഡ് ചെയ്യുന്നു. ഇത്ര ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് FOB വാല്യൂ ആസ് പെർ കസ്റ്റംസ് കിട്ടും 2,40,000. അതിനെ നമ്മൾ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ CBECയുടെ
എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്ചേഞ്ച് റേറ്റ് മാത്രമാണ് നമ്മൾ എടുക്കുകയുള്ളൂ. സോ 2,40,000 എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് തന്നിരിക്കുന്നത് 0.3948 റുപ്പീസാണ്. അത്രയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2,40,000 ഇൻറ്റു 0.3948 ചെയ്യുമ്പോൾ 94,752 നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് FOB വാല്യൂ ആസ് പെർ കസ്റ്റംസിൻ്റെ ഇന്ത്യൻ റുപ്പിയിലുള്ള വാല്യൂ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇൻഷുറൻസും ഫ്രൈറ്റും ആണ്. ഇൻഷുറൻസ് നമുക്ക് നേരെ തന്നിട്ടുണ്ട്. ഇൻഷുറൻസ് പെയ്ഡ് ടു ഇൻഷുറർ ഇൻ ഇന്ത്യ ₹10,000, അത് നമുക്ക് ആഡ് ചെയ്യാം. ദെൻ റുപ്പീസിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട. ദെൻ ഫ്രൈറ്റ് ഫ്രം ജപ്പാൻ ടു ഇന്ത്യൻ പോർട്ട് 20,000 yen ആണ്. അപ്പോൾ ഫ്രൈറ്റ് നമുക്ക് യെന്നിലാണ് തന്നിരിക്കുന്നത്, സോ നമ്മൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുക. 20,000 ഇൻറ്റു 0.3948 ചെയ്യുമ്പോൾ നമുക്ക് 7,896 കിട്ടും. അപ്പോൾ നമ്മുടെ FOB വാല്യൂ ആസ് പെർ കസ്റ്റംസിൻ്റെ കൂടെ ഇൻഷുറൻസും ഫ്രൈറ്റും കൂടെ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ CIF വാല്യൂ ഓർ അസസബിൾ വാല്യൂ 1,12,648. ഇനി ഇല്ലുസ്ട്രേഷൻ, അതായത് എക്സാമ്പിൾ 3 നമ്മുടെ സിമിലർ ആണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ടഫ് ഉള്ളതിനകത്തേക്കൊക്കെ നോക്കാം. സോ എക്സാമ്പിൾ 4 നമുക്ക് നോക്കാം. പേജ് നമ്പർ 386. അസസബിൾ വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് എക്യുപ്മെൻറ്റ് $10,100. Then date of bill entry 25/4/2018. Basic customs duty on this date is 12% and exchange rate notified by CBEC US $1 is equal to ₹65. Date of entry inwards 21/4/2018. Basic customs duty on this date 16% and exchange rate notified by CBEC $1 is equal to 60 rupees. IGST under section 3 subsection 7 of Customs Tariff Act 1975 rupees 12%. Social welfare charges 10% in terms of Financial Act in 2018. Make suitable assumption wherever required and show relevant working and round off your figure, your answer to the nearest rupee. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് അസസബിൾ വാല്യൂ നമുക്കിവിടെ നേരെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി നേരത്തെ ചെയ്ത പോലെ FOB വാല്യൂവിൻ്റെ കൂടെ ഇതൊന്നും ആഡ് ചെയ്യേണ്ട, നമുക്ക് അസസബിൾ വാല്യൂ നേരിട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എത്ര രൂപ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് പേ ചെയ്യണമെന്നാണ്. സോ അസസബിൾ വാല്യൂ എടുത്ത് എഴുതുമ്പോൾ $10,100 ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് ഓഫ് ബിൽ എൻട്രിയിൽ CBECയുടെ എക്സ്ചേഞ്ച് റേറ്റ് ഏതാണോ, അതായത് ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർട്സ് എടുക്കത്തില്ല, ബിൽ എൻട്രി നടത്തുന്ന എപ്പോഴാണോ ആ ബിൽ എൻട്രിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണോ അത് വെച്ച് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ 10,100 ഇൻറ്റു 65 ചെയ്യുമ്പോൾ 6,56,500 കിട്ടും. അസസബിൾ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർട്സോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി വിച്ചെവർ ഈസ് ലേറ്റർ ഡേറ്റിൽ ഏതാണോ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നത് അതിൻ്റെ ആ റേറ്റ്, ആ പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ ബിൽ ഓഫ് എൻട്രി നടത്തിയിരിക്കുന്നത് 25/4/2018. ബിൽ ഓഫ് എൻട്രി ഇൻവേർട്സ് നടത്തിയിരിക്കുന്നത് 21/4/2018. സോ വിച്ചെവർ ഈസ് ലേറ്റർ, ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി, അതായത് 25/4 ആണ് നമ്മുടെ ലേറ്റർ ഡേറ്റ്. സോ ലേറ്റർ ഡേറ്റിലെ കസ്റ്റംസ് ഡ്യൂട്ടി ആയി 12% ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ അസസബിൾ വാല്യൂ ആയ 6,56,500ൻ്റെ 12% ആഡ് ചെയ്യുമ്പോൾ 78,780 കിട്ടും. അതായത് അതിൻ്റെ കൂടെ നമ്മൾ സോഷ്യൽ വെൽഫെയർ ചാർജസ് ആഡ് ചെയ്യണം. സോഷ്യൽ വെൽഫെയർ ചാർജസ് ആഡ് ചെയ്യുമ്പോൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 10% ആണ് ആഡ് ചെയ്യേണ്ടത്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആയ 78,780യുടെ 10% എന്ന് പറയുമ്പോൾ 7,878 ആഡ് ചെയ്യുക. അത്ര ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ IGST നമുക്ക് 12% ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. IGST നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആയ 78,780 പ്ലസ് സോഷ്യൽ വെൽഫെയർ ചാർജസ് ആയ 7,878 ആഡ് ചെയ്യുക. ഇത്രയും ആഡ് ചെയ്തിട്ടുള്ള 7,43,158ൻ്റെ 12% IGSTയും ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 89,179. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ IGSTയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് കിട്ടും. 8,32,337 കിട്ടും. ഇനി കസ്റ്റംസ് ഡ്യൂട്ടി എത്രയാണ് പേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കസ്റ്റംസ് ഡ്യൂട്ടിയുടെ എമൗണ്ട് വരുന്നത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ ചാർജസ് പ്ലസ് നമുക്ക് വരുന്ന IGST 89,179 ഇത്രയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1,75,837 ആണ് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് എക്സാമ്പിൾ 6 നോക്കാം. പേജ് നമ്പർ 388. Liberty International Group has imported a machine by air from US. Bill of entry is presented on 18/7/2017. However, entry inwards granted on 7/8/2017. The relevant details of the transaction are provided as follows. CIF of the machine imported $13,000. Air freight paid $2,800. Insurance charges paid $200. Then rate of exchange was announced by CBIC തന്നിട്ടുണ്ട്, RBI തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി അസസബിൾ വാല്യൂ ഫോർ ദി പർപ്പസ് ഓഫ് ലെവി ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ആസ് വെൽ ആസ് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി നിൽ, IGST 18%. മേക്ക് സ്യൂട്ടബിൾ അസംഷൻ വെയർ എവർ നെസസറി. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന വാല്യൂ ഏതാണെന്ന് നോക്കുക. തന്നിരിക്കുന്ന വാല്യൂ CIF വാല്യൂ ഓഫ് ദി മെഷീൻ ഇമ്പോർട്ടഡ്. CIF വാല്യൂ നമ്മൾ ഏറ്റവും അവസാനം കണ്ടുപിടിക്കുന്ന CIF വാല്യൂ നമുക്കിവിടെ നേരിട്ട് തന്നിട്ടുണ്ട് $13,000. അപ്പം നമ്മൾ അതിൻ്റെ CIF വാല്യൂവിൻ്റെ കൂടെ സാധാരണ നമ്മളെങ്ങനെയാണ് FOB വാല്യൂ ആസ് പെർ കസ്റ്റംസിൻ്റെ കൂടെ ഫ്രൈറ്റും ഇൻഷുറൻസും ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് CIF വാല്യൂ കിട്ടുന്നത്. അപ്പം നമുക്കിവിടെ ഫ്രൈറ്റും ഇൻഷുറൻസും ഇവർ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ തിരിച്ച് FOB വാല്യൂ ആസ് പെർ കസ്റ്റംസിലേക്ക് വരുത്തണം. അങ്ങനെ എങ്ങനെയാണ് വരുത്തുക? നമ്മൾ ആദ്യമേ അതായത് CIF വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഫ്രൈറ്റും ഇൻഷുറൻസും ലെസ് ചെയ്ത് കളയുമ്പോഴത്തേക്കും നേരെ റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? FOB വാല്യൂ ആസ് പെർ കസ്റ്റംസ് കിട്ടും. സോ CIF വാല്യൂ ആയ $13,000 നിന്നും എയർ ഫ്രൈറ്റ് എത്രയാണ്? $2,800 ലെസ് ചെയ്യുക. ദെൻ ഇൻഷുറൻസ് ചാർജസ് ആയ $200 ആഡ് ചെയ്യാം. അപ്പം നമുക്ക് FOB വാല്യൂ ആസ് പെർ കസ്റ്റംസ് കിട്ടും. എത്രയാണ്? $10,000. ഇനി നമ്മൾ എയർ ഫ്രൈറ്റും ഇൻഷുറൻസ് ചാർജസും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ എയർ ഫ്രൈറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? ഒന്നെങ്കിൽ ആക്ച്വൽ എയർ ഫ്രൈറ്റ് അല്ലെങ്കിൽ 20% ഓൺ FOB വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ആക്ച്വൽ എയർ ഫ്രൈറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട് $2,800 ആണ്. ഇനി 20% ഓൺ FOB നോക്കുക. 20% ഓഫ് FOB എന്ന് പറയുന്നത് 10,000ൻ്റെ 20% ആയ 2,000 ആണ്. സോ വിച്ച് എവർ ഈസ് ലെസ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന 20% ഓൺ FOB വാല്യൂ ആണ് നമ്മുടെ ലെസ് ആയിട്ട് വരുന്നത്. സോ 10,000 ആയിട്ടുള്ള FOB വാല്യൂൻ്റെ കൂടെ ഫ്രൈറ്റ് ആഡ് ചെയ്യുമ്പോൾ 2,000 ആഡ് ചെയ്യുക. 2,800 അല്ല ആഡ് ചെയ്യേണ്ടത്. സോ ഫ്രൈറ്റ് ആഡ് ചെയ്തു. ദെൻ ഇൻഷുറൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഇൻഷുറൻസ് തന്നെയാണ് എടുക്കുന്നത്. സോ $200 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആക്ച്വൽ CIF ഓർ അസസബിൾ വാല്യൂ എന്ന് പറയുന്നത് 12,200 ആണ്. നമുക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്ന 13,000 ആയിരുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. തിരിച്ച് റിവേഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് CIF വാല്യൂ കിട്ടുന്നത് 12,200 ആണ്. ഓക്കെ, ഇനി നമ്മൾ അതിനെ എന്തിലോട്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. 12,200ൻ്റെ CBIC അനൗൺസ് ചെയ്തിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഏതെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിൽ ഓഫ് എൻട്രി നമ്മൾ എപ്പോഴാണ് പ്രസൻറ്റ് ചെയ്തത്? 18/7/2000, അതായത് ജൂലൈ 18-നാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. സോ ജൂലൈ 18 CBICയുടെ റേറ്റ് ആയിട്ടുള്ള 66 rupees കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 8,05,200 ആണ്. 8,05,200 ആഡ് ചെയ്തപ്പോൾ CIF വാല്യൂ കിട്ടി. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടില്ല, നില്ലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി നില്ലാണെങ്കിൽ സോഷ്യൽ വെൽഫെയർ ചാർജസും നില്ലായിരിക്കും. ബിക്കോസ് സോഷ്യൽ വെൽഫെയർ ചാർജ് എടുക്കുന്നത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 10% ആണ്. ദെൻ ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് IGST ആണ്. IGST നമ്മളോട് 18% ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1,44,934 നമുക്ക് IGST ആയിട്ട് വരും. അപ്പോൾ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ ലാൻഡഡ് വാല്യൂ എന്ന് പറയുന്നത് 9,50,136. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റൂൾ 4 ആണ്. ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ഐഡൻറ്റിക്കൽ ഗുഡ്സ്. ഐഡൻറ്റിക്കൽ ഗുഡ്സ് മീൻസ് ദി ഗുഡ്സ് മസ്റ്റ് ബി സെയിം ഇൻ ഓൾ റെസ്പെക്റ്റ്. എല്ലാ റെസ്പെക്റ്റിലും അത് സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് ഐഡൻറ്റിക്കൽ ഗുഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇൻക്ലൂഡിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി വരെ ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐഡൻറ്റിക്കൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി വെൻ ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമ്മൾ റൂൾ 4 അപ്ലൈ ചെയ്യുള്ളൂ. ഐഡൻറ്റിക്കൽ ഗുഡ്സ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് അതർ ഗുഡ്സ് ഓഫ് ദി സെയിം കൺട്രി ഫ്രം വിച്ച് ഇമ്പോർട്ട് ടേക്ക് പ്ലേസ്. ഏത് കൺട്രിയിൽ നിന്നാണോ ഇമ്പോർട്ട് നടന്നിരിക്കുന്നത് ആ കൺട്രിയിലെ മറ്റ് ഗുഡ്സുമായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കണം.
These goods must be valued at a price which is produced by the same manufacturer. സെയിം മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് എന്താണ് ഒരു പ്രൈസിൽ നമുക്ക് വാല്യൂ ചെയ്യാൻ സാധിക്കണം. If price is not available, then the price of other manufacturer of the same country is to be taken into account. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സെല്ലർ എത്ര രൂപയ്ക്കാണോ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ കോസ്റ്റുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിന് യു എസിൽ എത്ര പ്രൈസ് ഉണ്ടെന്നുള്ളതിനല്ല കമ്പയർ ചെയ്യുന്നത്. എക്സ്പോർട്ടറുടെ കൺട്രി എവിടെയാണോ ആ കൺട്രിയിലുള്ള എക്സ്പോർട്ടർ അല്ല ആരാണോ ഈ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് ആ മാനുഫാക്ചർ ഇരിക്കുന്ന കൺട്രിയിൽ സിമിലർ ഗുഡ്സുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യേണ്ടത്. ഇഫ് മോർ ദാൻ വൺ വാല്യൂ ഓഫ് ഐഡൻറ്റിക്കൽ ഗുഡ്സ് ആർ അവൈലബിൾ, ലോവസ്റ്റ് ഓഫ് സച്ച് വാല്യൂ ഷുഡ് ബി ടേക്കൺ. അപ്പം നമുക്ക് രണ്ടോ അതിലധികമോ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ ടേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂൾ 4 വരുന്ന മെയിൻ കണ്ടീഷൻസ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ റൂൾ 4 അപ്ലൈ ചെയ്യും. എക്സാമ്പിൾ 8 നോക്കാം. Gujarat Dry Fruits Limited imported dry fruits and the value as under. Date of import, quantity, declared value as per MT, country of import, ഈജിപ്തിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. It was found that import were also made by some other dealers as indicated below. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. കൺട്രി ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഒന്ന് ദുബായിൽ നിന്നും പിന്നെ ഒന്ന് പേർഷ്യയിൽ നിന്നുമാണ്. അപ്പോൾ ദി കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് സോട്ട് ടു അസസ് ദി ഇമ്പോർട്ട് മെയ്ഡ് ബൈ ഗുജറാത്ത് ഫ്രൂട്ട്സ് ലിമിറ്റഡ് ആസ് contemporaneous imports under section 14 read with rule 4 of the customs valuation rules 2007. Briefly explain whether the action proposed by the department is correct. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം നമ്മുടെ റൂളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സിമിലർ കൺട്രി, ഇപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈജിപ്തിൽ നിന്നാണ്. സോ ഈജിപ്തിലെ മറ്റ് ഗുഡ്സിലെ മാനുഫാക്ചറുടെ പ്രൈസുമായിട്ടാണ് നമ്മളിതിനെ കമ്പയർ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾക്ക് തന്നിരിക്കുന്ന കമ്പാരിസൺ കൺട്രി എന്ന് പറയുന്നത് ദുബായും പേർഷ്യയാണ്. സോ ഇത് ഡിഫറെൻറ്റ് കൺട്രിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിക്കൽ ഗുഡ്സ് ആണ് ഇതെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റൂൾ 4 അപ്ലൈ ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ദി ഗുഡ്സ് ആർ സെഡ് ടു ബി ഐഡൻറ്റിക്കൽ ഓൺലി ഇഫ് ദി ഗുഡ്സ് ടു ബി വാല്യൂഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സെയിം കൺട്രി. ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ ദ goods in question have been imported from Egypt, while other importers have imported goods from other countries. Therefore, department action is not correct. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ഷൻ എടുത്തിരിക്കുന്നത് എന്താണ്, അവർ ഐഡൻറ്റിക്കൽ ഗുഡ്സ് ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം റൈറ്റ് അല്ല. ഓക്കെ, ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണത് ഐഡൻറ്റിക്കൽ ഗുഡ്സ് അല്ലാതെ പോയത്. ഇനി നമുക്ക് എക്സാമ്പിൾ 9 നോക്കാം. പേജ് നമ്പർ 391. A consignment of 800 metric tons of edible oil of Malaysian origin was imported by a charitable organization in India for free distribution to below poverty line citizens in a backward area under the scheme designed by the Food and Agriculture Organization. This being a special transaction, a nominal price of $10 per metric ton was charged for the consignment to cover the freight and insurance charges. The customs house found out that at or about time of import of this gift consignment, there were following import of edible oil of Malaysian origin. മലേഷ്യൻ ഒറിജിനിലുള്ള സിമിലർ കൺട്രിയിൽ തന്നെയുള്ള എന്താണ് എഡിബിൾ ഓയിൽസിൻ്റെ മീറ്ററിക് ടണ്ണും അതിൻ്റെ യൂണിറ്റ് പ്രൈസും നമുക്ക് തന്നിട്ടുണ്ട്. ദി റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓൺ ദി റിലവൻറ്റ് ഡേറ്റ് വാസ് $1 is equal to 63 rupees, and the exchange of basic customs duty was 15%. And valorem, there is no countervailing duty or special additional duty. Calculate the amount of duty payable on the consignment under Customs Act 1962 with appropriate assumption and explanation where required. നമുക്കിവിടെ തന്നിരിക്കുന്നതിന് പ്രകാരം 800 metric tons ആണ് നമ്മൾ കൺസൈൻമെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന സിമിലർ ആ കൺട്രിയിലുള്ള സിമിലർ മാനുഫാക്ചറേഴ്സിൻ്റെ യൂണിറ്റ് പ്രൈസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏറ്റവും ലെസ് ആയിട്ടുള്ള യൂണിറ്റ് പ്രൈസ് വന്നിരിക്കുന്ന ഏറ്റവും ലെസ് യൂണിറ്റ് പ്രൈസ് വന്നിരിക്കുന്ന പ്രൈസ് എത്രയാണോ അതെടുക്കുക. അതായത് മോർ ദാൻ 1 വാല്യൂ നമുക്കുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് നമ്മൾ ടേക്ക് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ യൂണിറ്റ് പ്രൈസ് ഫസ്റ്റ് $260, $220, $200, $175, $180, $160 ആണ്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ഡോളർ എന്ന് പറയുന്നത് $160 ആണ്.
അതുകൊണ്ട് നമ്മുടെ CIF വാല്യൂ അല്ലെങ്കിൽ അസസബിൾ വാല്യൂ എന്ന് പറയുന്നത് 800 മെട്രിക് ടണ്ണ് ഇൻറ്റു 160 ഇൻറ്റു എക്സ്ചേഞ്ച് റേറ്റ് 63 ആണ്. ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 63 കൂടെ ചെയ്യുമ്പോൾ 8,64,000 നമുക്ക് എന്ത് കിട്ടും? CIF വാല്യൂ കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 15% ആഡ് ചെയ്യുന്നു. എത്രയാണ്? അതായത് 8,64,000 15% വരുമ്പോൾ 12,09,600 വരും. അതിൻ്റെ കൂടെ സോഷ്യൽ വെൽഫെയർ ചാർജസ് നമ്മുടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 10% ആഡ് ചെയ്യുക. 1,20,960 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് ടോട്ടൽ ലാൻഡഡ് വാല്യൂ അല്ല, ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആയ 12,09,600 പ്ലസ് 1,20,960, അത് ടോട്ടൽ ചെയ്യുമ്പോൾ 13,30,560 കിട്ടും. ഇതാണ് നമ്മുടെ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ ഇൻ കേസ് ഓഫ് ഐഡൻറ്റിക്കൽ ഗുഡ്സിൻ്റെ കേസിൽ. അപ്പം നമുക്ക് മോർ ദാൻ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട് സിമിലർ കൺട്രിയിലെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ എടുത്ത് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്ത് CIF വാല്യൂ കണ്ടുപിടിക്കും. അതിൽ നിന്ന് എന്ത് ആഡ് ചെയ്യും? അതിൻ്റെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ ചാർജസും IGSTയും ആഡ് ചെയ്യും. IGST ഇവിടെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇത്ര ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ കിട്ടും. ഇനി റൂൾ 5 പറയുന്നത് ട്രാൻസാക്ഷൻ വാല്യൂ സിമിലർ ഗുഡ്സ് ആണ്. അപ്പോൾ റൂൾ 5 പ്രകാരം ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ എടുക്കുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്ന ഏതാണോ അതിൻ്റെ കോസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ക്വാണ്ടിറ്റിയിൽ ഏറ്റവും ഹൈ ക്വാണ്ടിറ്റി ഏതിനാണോ ഉള്ളത് അതിൻ്റെ യൂണിറ്റ് പ്രൈസ് എത്രയാണോ അതാണ് നമ്മളിവിടെ ടേക്ക് ചെയ്യുന്നത്. ഏത് കേസിൽ? സിമിലർ ഗുഡ്സിൻ്റെ കേസിൽ. ഐഡൻറ്റിക്കൽ ഗുഡ്സിൽ നമ്മൾ അങ്ങനെയല്ല, ഏറ്റവും പ്രൈസിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടുത്തെ സിമിലർ ഗുഡ്സിൽ നമ്മൾ ക്വാണ്ടിറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്, ക്വാണ്ടിറ്റിയുടെ പ്രൈസാണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ 11 നോക്കാം. എ ലിമിറ്റഡ് സെയിൽസ് ഇൻ ഇന്ത്യ ഫ്രം എ പ്രൈസ് ലിസ്റ്റ് വിച്ച് ഗ്രാൻസ് ഫേവറബിൾ യൂണിറ്റ് പ്രൈസസ് ഫോർ ദി പർച്ചേസ് മെയ്ഡ് ഇൻ ലാർജർ ക്വാണ്ടിറ്റീസ്. സെയിൽ ക്വാണ്ടിറ്റിയും യൂണിറ്റ് പ്രൈസും നമ്പർ ഓഫ് സെയിൽസും നമുക്ക് തന്നിട്ടുണ്ട്. The selling price includes the following post-shipment expense: freight from port to factory in India for ₹24,000, insurance to cover transit damage from port to factory in India for ₹6,000, number of units imported from high seas 5,000 units. Find the assessable value and total customs duty. Note: basic customs duty 12%. അപ്പം നമുക്കിവിടെ ആൻസർ എഴുതുന്ന ടൈമിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എത്ര യൂണിറ്റ്സ് ആണ് സോൾഡ് ചെയ്യുന്നത്, അതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് യൂണിറ്റിൻ്റെ പ്രൈസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ ഫസ്റ്റ് സെയിൽ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ 1 to 10 യൂണിറ്റ്സിനകത്ത് യൂണിറ്റ് പ്രൈസ് 100 ആണ്. 100 എഴുതുക. എത്ര ക്വാണ്ടിറ്റി നമ്മൾ സോൾഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ 10 സെയിൽസ് ഓഫ് 5 യൂണിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ 10 × 5 50 യൂണിറ്റ്സ്. അതിൻ്റെ കൂടെ തന്നെ ഉള്ളത് 5 സെയിൽസ് ഓഫ് 3 യൂണിറ്റ്സ്. 5 × 3 എന്ന് പറയുമ്പോൾ 15 യൂണിറ്റ്സ്. അപ്പോൾ ടോട്ടൽ വരുന്നത് 50 + 15 ചെയ്യുമ്പോൾ നമുക്ക് 65 യൂണിറ്റ്സ് വരുന്നു. സെക്കൻഡ് കേസ് സെയിൽ ക്വാണ്ടിറ്റി 11 to 25 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ യൂണിറ്റ് പ്രൈസ് 95 റുപ്പീസ് ആണ്. ഇവിടെ നമ്മൾ 5 സെയിൽസ് ഓഫ് 11 യൂണിറ്റ്സ്. 5 സെയിൽ ഓഫ് 11 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 11 × 5 55 യൂണിറ്റ്സ്. ദെൻ നെക്സ്റ്റ് ഓവർ 25 യൂണിറ്റ്സിൻ്റെ യൂണിറ്റ് പ്രൈസ് 90 ആണ്. 1 സെയിൽ ഓഫ് 30 യൂണിറ്റ്സ്. അപ്പം നമുക്ക് 1 × 30 തന്നെ പ്ലസ് 1 സെയിൽ ഓഫ് 50 യൂണിറ്റ്സ്. 1 × 50 50 തന്നെ, ടോട്ടൽ 80 യൂണിറ്റ്സ്. ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് യൂണിറ്റ് ക്വാണ്ടിറ്റി എത്രയാണ്? 80 യൂണിറ്റ്സ് ആണ്. സോ 80 യൂണിറ്റ്സിൻ്റെ പ്രൈസ് എത്രയാണ്? 90 റുപ്പീസ് ആണ്. ആ 90 റുപ്പീസ് ആയിരിക്കും നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിൽ വാല്യൂ കാണാം. സെയിൽ വാല്യൂ കാണുന്ന ടൈമിൽ നമുക്കിവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇമ്പോർട്ടഡ് ഫ്രം ഹൈസീസ്. ഹൈസീൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് 5,000 യൂണിറ്റ്സ് ആണ്. 5,000 യൂണിറ്റ്സിന് 80 റുപ്പീസ് വെച്ച് ടോട്ടൽ 4 lakh റുപ്പീസ്. 80 റുപ്പീസ് അല്ല, 80 ക്വാണ്ടിറ്റിയാണ്, 90 റുപ്പീസ് വെച്ച്. അപ്പോൾ 5,000 × 90 റുപ്പീസ് വെച്ച് 4,50,000 ആണ് നമ്മുടെ സെയിൽ വാല്യൂ. അതിൻ്റെ കൂടെ നമ്മൾ ഇൻഷുറൻസ് ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 24,000 ഫ്രൈറ്റും ഇൻഷുറൻസ് 6,000, ടോട്ടൽ 30,000 ആഡ് ചെയ്തു. അപ്പം നമുക്ക് അസസബിൾ വാല്യൂ കിട്ടും. നമ്മൾ ആഡ് ചെയ്യല്ല വേണ്ട, നമുക്കിവിടെ തന്നിരിക്കുന്ന വാല്യൂ സെയിൽ വാല്യൂ ആണ്. സെയിൽ വാല്യൂ വരുമ്പോൾ നമ്മൾ സെയിലിൽ നിന്ന് ഫ്രൈറ്റും ഇൻഷുറൻസും ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? അസസബിൾ വാല്യൂ. സോ സെയിൽ വാല്യൂ ആയ 4,50,000 നിന്ന് ഫ്രൈറ്റ് ആയ 24,000 ഇൻഷുറൻസ് ആയ 6,000 കൂടെ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അസസബിൾ വാല്യൂ എത്രയാണ്? 4,20,000. ഇനി ആ അസസബിൾ വാല്യൂവിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് നമ്മൾ എടുക്കുന്നത് 12%. സോ 4,20,000 12% എത്രയാണ്?
50,400 ആണ്. അതിൻ്റെ കൂടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 10% ആഡ് ചെയ്യുക, 5,040. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്ന കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 55,440 ആണ്. ഓക്കെ. റൂൾ 6 ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ആണ്. അത് വലിയ കാര്യമായിട്ട് നോക്കണ്ട. ദെൻ റൂൾ 7 നോക്കാം, ഡിഡക്റ്റീവ് വാല്യൂ. Based on the request of the importer, if customs officer approves either a deductive method or computed value method, as the case may be, can be adopted. In case of deductive method, in the valuation is as follows. Assessable is calculated by reducing the post importation cost and expense from its selling price. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മൾ പോസ്റ്റ് ഇമ്പോർട്ടൈസേഷൻ കോസ്റ്റും എക്സ്പെൻസും ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് കാണുന്നത്, വാല്യുവേഷൻ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടഡ് വാല്യൂ മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഡിഡക്റ്റീവ് വാല്യൂവിൽ പറയുന്നത്. അടുത്തത് റൂൾ 8 ആണ്. റൂൾ 8 പ്രകാരം നമ്മുടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ജനറൽ എക്സ്പെൻസസ് ഫോർ പ്രൊഡ്യൂസിങ് ദി ഇമ്പോർട്ടഡ് ഗുഡ്സ്, അതിൻ്റെ കൂടെ നമ്മൾ എക്സ്പോർട്ടറുടെ പ്രോഫിറ്റും റൂൾ 10 പ്രകാരം എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ടോ ആ കോസ്റ്റ് ഫുള്ള് ആഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ അസസബിൾ വാല്യൂ. അതിനെ നമ്മൾ കമ്പ്യൂട്ടഡ് വാല്യൂ ബേസിസിലാണെന്ന് പറയും. അടുത്തത് റൂൾ 9 ആണ്. റൂൾ 9 റെസിജ്വൽ മെത്തേഡ്. റെസിജ്വൽ മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് പ്രകാരം നമുക്ക് മറ്റ് മെത്തേഡ്സ് റൂൾസൊന്നും അപ്ലൈ ചെയ്ത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ റെസിജ്വൽ മെത്തേഡ് പ്രകാരമാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇതിൻ്റെ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ദ സെല്ലിംഗ് പ്രൈസ് ഇൻ ഇന്ത്യ ഓഫ് ദി ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിൽ ഇന്ത്യയിലെ സെല്ലിംഗ് പ്രൈസ് നോക്കുക. എ സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് ഫോർ ദി അക്സെപ്റ്റൻസ് ഫോർ കസ്റ്റംസ് പർപ്പസ് ഓഫ് ദി ഹയസ്റ്റ് ഓഫ് ദി 2 ഓൾട്ടർനേറ്റീവ് വാല്യൂസ്. 2 ഓൾട്ടർനേറ്റീവ് വാല്യൂസിൻ്റെ ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും കസ്റ്റംസ് പർപ്പസിന് വേണ്ടി എടുക്കുന്നുണ്ടാവുക. ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഓഫ് ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓഫ് ദി കൺട്രി ഓഫ് എക്സ്പോർട്ടേഷൻ. കൺട്രി ഓഫ് എക്സ്പോർട്ടേഷനിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് എടുക്കും. The cost of production other than computed value which have been determined for identical or similar goods in accordance with the provision of Rule 8. Rule 8 പ്രകാരമുള്ള ഐഡൻറ്റിക്കൽ ഗുഡ്സിൻ്റെയോ സിമിലർ ഗുഡ്സിൻ്റെയോ കമ്പ്യൂട്ടഡ് വാല്യൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതർ ദാൻ കമ്പ്യൂട്ടഡ് വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ദി പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഫോർ ദി എക്സ്പോർട്ട് ടു എ കൺട്രി അതർ ദാൻ ഇന്ത്യ. അതായത് നമ്മൾ ഇന്ത്യയിലേക്ക് അല്ലാതെ മറ്റേതെങ്കിലും കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗുഡ്സിൻ്റെ പ്രൈസ്, മിനിമം കസ്റ്റംസ് വാല്യൂസ്, ആർബിട്രറി ഓർ ഫിക്റ്റീഷ്യസ് വാല്യൂസ്, ഇത്രയാണ് നമ്മൾ റെസിജ്വൽ മെത്തേഡിൽ കാണുന്നത്. ദെൻ റൂൾ 10 എന്ന് പറയുന്നത് ഓൾറെഡി ഡിസ്കസ്ഡ് അണ്ടർ റൂൾ 3. റൂൾ 3 പ്രകാരം പറഞ്ഞിട്ടുണ്ട്. റൂൾ 3 പ്രകാരം ഫ്രൈറ്റ് 20% ആണെന്നും ഇൻഷുറൻസ് 1.125 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രകാരം നമ്മൾ എന്താണ്, വേർ FOB, കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആർ നോട്ട് അസർട്ടൈനബിൾ. നമുക്കിതൊന്നും അസർട്ടൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് നമുക്ക് തന്നിരിക്കുന്ന CIF വാല്യൂവിനെ 120% എടുക്കുക, എന്നിട്ട് അതിൻ്റെ 20% കാണുക. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന CIF വാല്യൂ, അതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് 20% ആണ് നോർമലി വരുന്നത്. സോ നമ്മുടെ CIF വാല്യൂ എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 120 × 20 ചെയ്യുക. അത്രയും ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് കിട്ടും. ഇൻ കേസ് നമുക്ക് ഫ്രൈറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇനി ഇൻഷുറൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CIF വാല്യൂ ഡിവൈഡഡ് ബൈ 101.125 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇൻറ്റു 1.125 ചെയ്യുമ്പോൾ നമുക്ക് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കിട്ടും. ഇനി FOB വാല്യൂ എന്ന് പറയുന്നത് CIF വാല്യൂവിൽ നിന്ന് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടും കോസ്റ്റ് ഓഫ് ഇൻഷുറൻസും ലെസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്തും കിട്ടും, FOB വാല്യൂവും കിട്ടും. ഇനി അടുത്തത് നമുക്ക് എക്സാമ്പിൾ 13 നോക്കാം. പേജ് നമ്പർ 395. Following particulars are available in respect of certain goods imported into India. CIF value $10,000. എക്സ്ചേഞ്ച് റേറ്റ് RBIയുടെ CBICയുടെ തന്നിട്ടുണ്ട്, നമ്മൾ CBICയുടെ എടുക്കുള്ളൂ. Compute the following: FOB value, cost of insurance, cost of freight and assessable value in rupees as per Customs Act 1962 and the Customs Valuation Rules 2007. അപ്പോൾ നമുക്കിനി ആൻസർ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്താണ് തന്നിരിക്കുന്നത്, CIF വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇൻഷുറൻസിൻ്റെ കോസ്റ്റും ഫ്രൈറ്റിൻ്റെ കോസ്റ്റും ഒന്നും നമുക്കറിയില്ല. സോ നമ്മൾ റൂൾ 10 അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ CIF വാല്യൂ ആയ 10,000 നിന്ന് ഇപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. സോ ഡിവൈഡ് ബൈ 120 × 20 ചെയ്യുന്നു. അപ്പോൾ 20 ചെയ്യുമ്പോൾ നമുക്ക് $1,667 വരും. അതിനെ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 58 ചെയ്യുമ്പോൾ
96,667 വരും. അതുപോലെ തന്നെ നമ്മൾ എന്തിനേയും കണ്ടുപിടിക്കുക, കോസ്റ്റ് ഓഫ് ഇൻഷുറൻസും കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന CAF വാല്യൂ 10,000 ഡിവൈഡഡ് ബൈ 101.125 ഇൻറ്റു 1.125 ചെയ്യുമ്പോൾ നമുക്ക് 111.248 കിട്ടും. അത് ഇൻറ്റു 58 എക്സ്ചേഞ്ച് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6,452 കിട്ടും. FOB വാല്യൂവിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അസസബിൾ വാല്യൂവിനെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5,80,000 കിട്ടും. 10,000 ഇൻറ്റു 58. അപ്പോൾ നമ്മുടെ അസസബിൾ വാല്യൂവിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടായ 96,667 മൈനസ് ചെയ്യുക. ദെൻ ഇൻഷുറൻസ് വാല്യൂ ആയ 6,452 ലെസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, FOB വാല്യൂ കിട്ടും 4,76,881. ഇവിടെ നമുക്ക് FOBയും എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊന്നും അറിയില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ റൂള് അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് വാലുവേഷൻ ഓഫ് എക്സ്പോർട്ട് ഗുഡ്സ് ആണ്. എക്സ്പോർട്ട് ഗുഡ്സ് പ്രകാരം നമ്മുടെ എക്സ്പോർട്ട് ഗുഡ്സ് വാല്യൂ ചെയ്യാനുള്ള മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻസ് വരുന്നത് ഡ്യൂട്ടി ഡ്രോബാക്കിനും എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് ലൈക്ക് DEPB ലൈസൻസും റീഫണ്ട് ഓഫ് സെൻവാറ്റ് ക്രെഡിറ്റും പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി ഓൺ എക്സ്പോർട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി എക്സ്പോർട്ട് ഗുഡ്സിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത്. പിന്നെ ഇതിനും താഴെ പറയുന്ന കുറേ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് വാല്യുവേഷൻ ഓഫ് എക്സ്പോർട്ട് ഗുഡ്സും കിട്ടുന്നുള്ളൂ. ഈ റൂൾസ് നമ്മുടെ ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ റൂൾസുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദിസ് റൂൾസ് മേ ബി കോൾഡ് കസ്റ്റംസ് വാല്യുവേഷൻ റൂൾസ് 2007. പിന്നെ ഇത് നമ്മുടെ കെയിമിൻ്റെ ഫോഴ്സ് ആയിട്ടുള്ളത് 10th day of October 2007 ദേ ഷാൽ അപ്ലൈ ടു എക്സ്പോർട്ട് ഗുഡ്സിലേക്കാണ് ഇത് മെയിൻലി അപ്ലൈ ചെയ്യുന്നത്. പിന്നെ റൂൾ 2 ഡെഫിനിഷൻസ് ആണ്. റൂൾ 3 എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ആണ്. ട്രാൻസാക്ഷൻ വാല്യൂവിലാണ് മെയിൻലി നമ്മൾ അതിനെ വാല്യൂ ചെയ്യുന്നത്. പിന്നെ റൂൾ 4 പറയുന്ന ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്പോർട്ട് ബൈ വാല്യൂ ബൈ കമ്പാരിസൺ അതർ ബയേഴ്സ്, അതായത് സെയിം കൺട്രിയിലുള്ള മറ്റ് ബയേഴ്സിൻ്റെ കോസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. പിന്നെ റൂൾ 5 പറയുന്ന കമ്പ്യൂട്ടഡ് വാല്യൂ മെത്തേഡാണ്. കമ്പ്യൂട്ടഡ് വാല്യൂ മെത്തേഡ് റൂൾ 4 പ്രകാരം നമുക്ക് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് ഓർ പ്രോസസ്സിംഗ് ഓഫ് എക്സ്പോർട്ട് ഗുഡ്സിൻ്റെ ബേസിസിലോ ചാർജസ് ഇഫ് എനി ഫോർ ദി ഡിസൈൻ ഓർ ബ്രാൻഡ് ആൻഡ് എമൗണ്ട് ടുവേർഡ്സ് പ്രോഫിറ്റ്, ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ കാണുന്നത്. ദെൻ റെസിജ്വൽ മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ദെൻ ഡിക്ലറേഷൻ ബൈ എക്സ്പോർട്ടർ ഒരു ഡിക്ലറേഷൻ എക്സ്പോർട്ട് ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ടൊരു ഡിക്ലറേഷൻ കാണിച്ചിരിക്കണം. ദെൻ റിജക്ഷൻ ഓഫ് ഡിക്ലെയർഡ് വാല്യൂ റൂൾ 8. പിന്നെ വരുന്നത് റീഫണ്ട് ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടിയാണ്. റീഫണ്ട് ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടി വരുന്നത് താഴെ പറയുന്ന കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ്. ഗുഡ്സ് ആർ റീഇമ്പോർട്ടഡ് വിത്തിൻ 1 year ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സ്പോർട്ട് നടത്തി 1 yearനുള്ളിൽ റീഇമ്പോർട്ട് ചെയ്തിരിക്കണം. പിന്നെ ദീസ് ഗുഡ്സ് ആർ നോട്ട് ഫോർ റീസെയിലിന് വേണ്ടി ആവരുത്. റീഫണ്ട് ക്ലെയിം ഈസ് ലോഡ്ജ്ഡ് വിത്തിൻ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് ക്ലിയറൻസ് ബൈ കസ്റ്റംസ് ഓഫീസർ ഫോർ റീഇമ്പോർട്ടേഷന് വേണ്ടി കസ്റ്റംസിൽ നിന്നും ക്ലിയർ ചെയ്ത് 6 മാസത്തിനുള്ളിൽ റീഫണ്ടും ക്ലെയിം ചെയ്തിരിക്കണം. ഈ കണ്ടീഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്റ്റഡി നോട്ട് 3 മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.